നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. അതാണ് എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16 ഈക്വൽ ടു 121 എന്ന ഇക്വേഷൻ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഫോർമാറ്റിലാക്കി മാറ്റിയിടണം. എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16 മൈനസ് 121 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ പ്ലസ് 8x മൈനസ് 105 ആയിരിക്കും ഇതിൻ്റെ ആൻസർ, -0. അപ്പോൾ ഇവിടുന്ന് എ എടുത്ത് എഴുതുക. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 8, സി ഈക്വൽ ടു -105. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു ബി ഇവിടെ 8 ആണ്. 8 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു സി മൈനസ് 105. അപ്പം 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64. 4 ഇൻറ്റു 105 420 വരും. മൈനസും മൈനസും ആകുമ്പോൾ പ്ലസ് വരും. അപ്പോൾ പ്ലസ് 420 ഈക്വൽ ടു 484. അതേ ഇക്വേഷനിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു മൈനസ് ബി 8 ആണ്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. മൈനസ് ബീൻ്റെ സ്ഥാനത്ത് 8 കൊടുക്കുക. പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac നമുക്ക് കിട്ടിയത് 484. അപ്പോൾ റൂട്ട് 484 ഡിവൈഡഡ് ബൈ 2a. 2 ഇൻറ്റു a 1 ആണ്. 2 ഇൻറ്റു 1. അപ്പം -8 പ്ലസ് ഓർ മൈനസ് റൂട്ട് 484ൻ്റെ ആൻസർ വരുന്നത് 22 ആണ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 22 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അത് വരുന്നത് -8 പ്ലസ് 22 ഡിവൈഡ് ബൈ 2ഉം -8 മൈനസ് 22 ഡിവൈഡ് ബൈ 2ഉം വരും. 14 ഡിവൈഡ് ബൈ 2ഉം -30 ബൈ 2ഉം വരും. അപ്പോൾ എക്സിൻ്റെ രണ്ട് വാല്യൂ നമുക്ക് കിട്ടും. 7ഉം 14 ബൈ 2 7ഉം -30 ബൈ 2 -15ഉം വരും.